Hello, good morning to all. Welcome to this class on the fundamentals of economics. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ സെക്കൻഡ് മോഡ്യൂൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് മോഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു. നമ്മളതിൻ്റെ സിലബസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മൾ സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റ്, സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യും. അപ്പം നമ്മൾ കണ്ടു ഏതൊക്കെ ടോപ്പിക്കാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ അടുത്ത ടോപ്പിക്ക് പബ്ലിക് റവന്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എങ്ങനെ ഈ ടോപ്പിക്ക് കവർ ചെയ്യണം, അതുപോലെ തന്നെ ഈ നോട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഫസ്റ്റ് ഈ ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ഗവൺമെൻറ് പ്രധാനപ്പെട്ട ടാക്സസിനെ കുറിച്ചാണ്. കാരണം പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഗവൺമെൻറ് റവന്യൂ ടാക്സസ് ആണ്. ടാക്സ് അല്ല, നോൺ ടാക്സ് റവന്യൂ ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ പക്ഷേ സൈസിൽ വലുതാണ്, സിഗ്നിഫിക്കൻസും ഭയങ്കര കുറവാണ്. പക്ഷേ നമുക്ക് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട് താനും. നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളതും കവർ ചെയ്യാനുള്ളതും കൂടുതൽ സ്പെസിഫൈ ചെയ്യാനുള്ളതും ടാക്സ് ആണ്. സോ ഇത് കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ടും ഒന്ന് പബ്ലിക് റവന്യൂവിൻ്റെ അകത്ത് ടാക്സസ്, പിന്നെ നോൺ ടാക്സ് റവന്യൂ. ഇനി അത് കൂടാതെ ഈ ടോപ്പിക്കിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സെൻട്രലിൻ്റെ പബ്ലിക് റവന്യൂ, പബ്ലിക് റവന്യൂ, അതിൻ്റെ ടാക്സസ് ഏതൊക്കെ, നോൺ ടാക്സ് റവന്യൂസ് ഏതൊക്കെ, പിന്നെ അല്ലാതെ അതിൻ്റെ അകത്ത് നമ്മളെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യേണ്ടതാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സിലബസിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ GST തന്നെ നമുക്കൊരു എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഒരു എസ്സേ രീതിയിൽ ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ GST പബ്ലിക് റവന്യൂയിൽ ഒരെണ്ണമാണെന്ന് വിചാരിച്ച് പബ്ലിക് റവന്യൂ ആണ് നിങ്ങളോട് ചോദിക്കുന്നില്ല എസ്സെങ്കിൽ GST ചെറുതായിട്ട് പബ്ലിക് റവന്യൂയിൽ നിങ്ങൾ ആഡ് ചെയ്യണം, അങ്ങനെ ഓർത്തേക്കണം. രണ്ടാമത്തെ കാര്യം ഈ നോട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചാണ്. ഈ നോട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഒരു 9-10 പേജുണ്ട്, ഞെട്ടിപ്പോകരുത്, പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. നോട്ട് നമുക്ക് തരുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിൾ കുറച്ച് തരാൻ പറ്റുമല്ലോ, നമുക്ക് അത്യാവശ്യം കവർ ചെയ്യണമല്ലോ. പിന്നെ ഈ നോട്ടിൻ്റെ അത് ഡയഗ്രാം ഒക്കെ കൂടുതലാണ്, കൂടെ എക്സ്പ്ലനേഷനും കൂടുതൽ, അത്രയൊന്നും ആവശ്യമില്ല. ഇത് പരീക്ഷയ്ക്ക് എഴുതാൻ ആവശ്യമില്ല, പക്ഷെ മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. പല ഡയഗ്രങ്ങളും നമുക്ക് പരീക്ഷയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ളതല്ല, മറിച്ച് നിങ്ങൾക്കതെങ്ങനെ മനസ്സിലാക്കാൻ വേണം എന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. അങ്ങനെ മാത്രമേ എന്നെ മനസ്സിലാക്കിയാൽ മതി. ശരിക്കും ഈ മെറ്റീരിയലിൻ്റെ ഏകദേശം ഒരു 3 മാത്രം നിങ്ങൾക്ക് ഓർത്തിരുന്നാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ അതിനെ ഈ മെറ്റീരിയലിനെ കാണണം. ലെറ്റ് us start our class and this is about public revenue. We are going to define what is public revenue. Definition is an important part of our understanding a particular topic. Let us start. Public revenue refers to revenue obtained by the government. That's matter. Obtained by the government from various sources like taxation, fees, penalties, profit from public sector enterprises, etc. So these are the public revenues. ഫസ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ടാക്സേഷൻ. ശരിക്കും അതിനെ ബോൾഡായിട്ട് പറയേണ്ടത് ആലോചിച്ച് നോക്കുക, അത്രമാത്രം പ്രധാനപ്പെട്ട. പിന്നെ ഫീസ്, കോടതിയിലേക്കുള്ള ഫീസ്, അതല്ലാതെ മുനിസിപ്പാലിറ്റിക്കുള്ള ഫീസ്, പെനാൽറ്റീസ്, ആളുകൾ ചാർജ് ചെയ്യുന്ന പെനാൽറ്റി, പ്രോഫിറ്റ് ഫ്രം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്. ഗവൺമെൻറ്റിന് ഒത്തിരി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ഉണ്ട്. BSNL പ്രോഫിറ്റില്ല നഷ്ടം, എയർ ഇന്ത്യ പ്രോഫിറ്റില്ല നഷ്ടം. പക്ഷേ BPCL ലാഭമുണ്ട്, ശരിയല്ലേ? BPCL നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ള BPCL, പിന്നെ എല്ലാം വേറെ എത്രയുണ്ട്, ONGC, ശരിയല്ലേ? ONGC ഭയങ്കര ലാഭമുണ്ട്. പിന്നെ SBT ഇപ്പോൾ ലാഭം ഉണ്ടാക്കുന്നെങ്കിൽ ഇഷ്ടംപോലെ ലാഭം ഗവൺമെൻറ് പഴയ കാലത്തുണ്ടായിരുന്നു, ഭാവി ലാഭം വരികയും ചെയ്യും. അപ്പം അങ്ങനെ ഒത്തിരി പബ്ലിക് സെക്ടർ ബാങ്ക്സും ഉണ്ട്. അപ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ പ്രോഫിറ്റ്. സോ ഓൾ ദിസ് റെഫേഴ്സ് ടു വാട്ട്? പബ്ലിക് റവന്യൂ. റിമെമ്പർ, we have just studied about public revenue, right? Now public revenue is instrumental and it is a chief source of income for the government to finance expenditure. Public revenue is instrumental and is the ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നോട്ടിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കണം. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ വിട്ടുപോകും, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ വിട്ടു. നിങ്ങൾ നമുക്കറിയാലോ സംഭവമൊക്കെ, ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. പബ്ലിക് റവന്യൂ ഈസ് ഇൻസ്ട്രുമെൻ്റൽ ആൻഡ് ഈസ് ദ ചീഫ് സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദി ഗവൺമെൻറ് ടു ഫൈനാൻസ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് ബഡ്ജറ്റ് 100 രൂപയുടെ ബഡ്ജറ്റാണെന്ന് വിചാരിച്ചു. ഗവൺമെൻറ് എത്ര ബഡ്ജറ്റ് എന്ന് അറിയാം? 31 ലക്ഷം കോടിയുടെ ബഡ്ജറ്റ് ഏകദേശം ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ 100 രൂപ എന്ന് വിചാരിച്ചു ഗവൺമെൻറ് ടോട്ടലായിട്ടുള്ള ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ സൈസ്. ഗവൺമെൻറ് വരുമാനമല്ല, ഗവൺമെൻറ് മൊത്തം കിട്ടുന്ന പൈസ, അത് വരുമാനത്തിൽ റവന്യൂ എന്നുണ്ട്, ബോറോയിങ്ങിൽ നിന്നുമുണ്ട്. ബോറോയിങ് നമ്മൾ ചിലവാക്കുന്ന മുഴുവൻ വരുമാനത്തിൽ നിന്നാണോ? അല്ലല്ലോ, നമ്മൾ ചിലവാക്കുന്നത് നമുക്ക് വരുമാനം കാണും, പിന്നെ നമ്മൾ ആരുടെ നിന്നൊക്കെ കടം മേടിക്കും. ബോറോയിങ് ഗവൺമെൻറ്റും വ്യത്യാസമല്ല, നമ്മളെപ്പോലെ തന്നെയാണ്, മനസ്സിലായല്ലോ? നമുക്ക് ഗവൺമെൻറ് റവന്യൂ ഉണ്ട്, ഗവൺമെൻറ് എവിടെ നിന്നുണ്ട്, ബോറോയിങ് ഉണ്ട്, നമ്മളെപ്പോലെ തന്നെയാണ്. നമുക്ക് ബോറോയിങ് കൂടുതലായിരിക്കും, റവന്യൂ കുറവായിരിക്കും. ഗവൺമെൻറ് എത്രയാണ് നമുക്ക്? ഗവൺമെൻറ് 100 രൂപയാണെങ്കിൽ 66% ടാക്സ് ആയിരിക്കും. ഒരു 8 രൂപ നോൺ ടാക്സ് ആയിരിക്കും. ബാക്കി എത്ര? 66 8 എത്ര? 74. ബാക്കി ഒരു 26% ഗവൺമെൻറ് ബോറോ ചെയ്യും. അത് ശരി കേട്ടോ. ഗവൺമെൻറ് മൊത്തം എക്സ്പെൻഡിച്ചറിൻ്റെ 26% ഗവൺമെൻറ് ബോറോ ചെയ്യുക, കടമെടുക്കുക. അപ്പോൾ ആലോചിക്കണം, ഇത് മൊത്തത്തിൽ ഒരു സെറ്റപ്പ്. ഞാനീ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? എത്രമാത്രം ടാക്സ് റവന്യൂ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. പബ്ലിക് റവന്യൂ. സോ
Public revenue is instrumental and is cheap source of financing government expenditure. Public revenue is different from public receipts. Receipts എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വരുമാനം കിട്ടുക, കടം മേടിക്കുമ്പോഴും കിട്ടുക, അങ്ങനെ കിട്ടുന്നതാണ് റെസിപ്റ്റ്. അപ്പം റവന്യൂ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വെറും എല്ലാം കിട്ടലോ അല്ല, പിന്നെ എന്താണ് റവന്യൂ വരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാലും പബ്ലിക് റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ 2 മാർക്കിന്, അതുകൊണ്ട് ഞാൻ കിട്ടുന്നുള്ളൂ. പ്രിസൈസ്ലി പബ്ലിക് റെസിപ്റ്റ്സ് ഇൻക്ലൂഡ് ഓൾ പബ്ലിക് റവന്യൂസ് പ്ലസ് റെസിപ്റ്റ്സ് ഫ്രം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ബോറോയിങ് ഫ്രം ദി ഗവൺമെൻറ്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളുണ്ട് പബ്ലിക് റെസിപ്റ്റിൻ്റെ അകത്ത്? പബ്ലിക് റവന്യൂവിൻ്റെ കൂടെ റെസിപ്റ്റ്സ് ഫ്രം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണെന്നറിയോ? അതിന് തന്നെ നമ്മൾ പറയുന്നത് പൊതുമേഖലാ കമ്പനികളുടെ ഷെയർ വിറ്റഴിക്കുക. അതാണ് മലയാളത്തിൽ, വേറൊരു വാക്കില്ല. പൊതുമേഖലാ കമ്പനികളുടെ ഷെയർ ഗവൺമെൻറ് വിറ്റഴിച്ചു. നമ്മൾ പത്രത്തിൽ കേട്ട് കാണും, LICയുടെ ഷെയർ ഗവൺമെൻറ് വിറ്റഴിച്ചു അല്ലേ? കോൺട്രവേഴ്സിയുള്ള കാര്യങ്ങളിലേ നമ്മൾ ഓർത്തിരിക്കുള്ളൂ. ഓർത്തിരിക്കണം, LICയുടെ ഷെയർ ഗവൺമെൻറ് വിറ്റഴിക്കാൻ പോയി എത്ര ശതമാനം ഷെയർ വിറ്റഴിക്കും? 10% വിറ്റഴിക്കുമായിരിക്കും. എത്ര കോടി രൂപ കിട്ടും എന്നുള്ളതൊക്കെ നമ്മളൊരു 10-25,000 കോടി രൂപ ഗവൺമെൻറ് അതിൽ നിന്ന് കിട്ടുമായിരിക്കും. വാട്ടർ ഇറ്റ് മേ ബി. ഡിസിൻവെസ്റ്റ് പറഞ്ഞാൽ പൊതുമേഖലാ കമ്പനിയുടെ ഷെയർ വിറ്റഴിക്കുക. അന്നേരം ഗവൺമെൻറ്റിന് ഒരു വരുമാനമാണല്ലോ കിട്ടുന്നത്. പക്ഷേ ബോറോയിങ് അങ്ങനെയല്ല. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഗവൺമെൻറ് പബ്ലിക് റെസിപ്റ്റ്സ്. ഇതെല്ലാം ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ ബഡ്ജറ്റ് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ബഡ്ജറ്റ് തന്നെ ടാക്സ് കൊണ്ട് മാത്രമല്ല നടത്തുന്നത്. ഓക്കെ, സോ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്നാ അറിയോ, വി മോഡിലേക്ക് ഞാൻ ഒന്നുകൂടെ എടുക്കാം കേട്ടോ. നോ, ലെറ്റ് മീ ടേക്ക് ദാറ്റ് ഓർ ടേക്ക് യുവർ കണ്ടൻറ്റ് വൺസ് മോർ. ഓക്കെ, വി മോഡിലേക്ക് ഇട്ടോട്ടെ, റീഡ് മോഡിലേക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണുവാണേ, there are 2 important types of public revenue. നമ്മൾ ക്ലാസ് ചെയ്യുമ്പോൾ 2 തരത്തിലുള്ള പബ്ലിക് റവന്യൂ ഉണ്ട്. 1 ടാക്സ് റവന്യൂ, 2 നോൺ ടാക്സ് റവന്യൂ. അണ്ടർസ്റ്റാൻഡ്? നൗ വാട്ട് ആർ ടാക്സ് റവന്യൂസ്? ടാക്സ് റവന്യൂസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദി ഗവൺമെൻറ്. ഓക്കെ, ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് ടാക്സ് റവന്യൂ ആണ്. നമുക്ക് ഇന്ത്യയിൽ എത്രയൊക്കെ ഗവൺമെൻറ്റുകളുണ്ട്? സെൻറ്റർ ഉണ്ട് അല്ലേ? കേട്ടിട്ടുണ്ട്, നമുക്കറിയാമല്ലോ സെൻറ്റർ. നമ്മൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൻ്റെ ബഡ്ജറ്റാണ്. സ്റ്റേറ്റിനും ഉണ്ട്. പിന്നെ ലോക്കൽ ബോഡീസ് ഉണ്ടല്ലേ? ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്ത്, പിന്നെ ബോഡീസ്, പിന്നെ അതുണ്ട് പഞ്ചായത്ത്, പിന്നെ എന്തുണ്ട് മുനിസിപ്പാലിറ്റി. ഓക്കെ, അപ്പോൾ ഇവർക്കെല്ലാം ഇതെല്ലാം ഗവൺമെൻറ് പല പല രൂപങ്ങളാണല്ലോ. അപ്പോൾ അവർക്ക് എന്ത് വേണം? റവന്യൂ വേണം. പിന്നെ അവർക്ക് എന്തുണ്ട്? എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ എക്സ്പെൻഡിച്ചർ നടത്താൻ റവന്യൂ വേണം. അപ്പോൾ അവർക്കെല്ലാം എന്താ? ടാക്സ് ഉണ്ട്. ഇപ്പോൾ സെൻട്രലിന് ടാക്സ് ഉണ്ട്, സ്റ്റേറ്റിന് ടാക്സ് ഉണ്ട്, ലോക്കൽ ബോഡീസിന് ടാക്സ് ഉണ്ട്. ഏറ്റവും പ്രധാന ടാക്സ് ആരുടെ ആയിരിക്കും അറിയുമോ? സെൻട്രലിൻ്റെ ആയിരിക്കും. സെൻട്രലിൻ്റെ ടാക്സ് ഭയങ്കര ടാക്സാണ്. എന്ന് വെച്ചാൽ ഭരണഘടന പ്രകാരം യൂണിയൻ ലിസ്റ്റിലാണ് ഏറ്റവും പ്രധാന ടാക്സുകൾ. ഇൻകം ടാക്സ്, അഗ്രികൾച്ചർ, ബാക്കിയെല്ലാം പിരിക്കാനുള്ള അധികാരം ആർക്കാണ്? സെൻട്രലിന്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടാക്സ് റവന്യൂസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ആരുടെ ടാക്സാണ്? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് എടുക്കാൻ കഴിഞ്ഞാൽ കുഞ്ഞ് 2-3 ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പറയാമെന്നുള്ളൂ. പക്ഷെ നമുക്ക് എക്സാമിന് നമ്മൾ പറയേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ടാക്സിനെ കുറിച്ചാണ്. 1 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് 2020-21 ബഡ്ജറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് കോർപ്പറേറ്റ് ടാക്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആട്ടോ. ഏതാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഓക്കെ, എഴുതുമ്പോൾ എസും കൂടെ കൂട്ടിച്ചേർത്തണം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. പിന്നെ അടുത്ത കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ മേളിൽ ടാക്സ് ഏർപ്പെടുത്തുന്ന കിട്ടുന്ന വരുമാനം കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. കോഓപ്പറേറ്റീവ് അല്ല, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. ഓക്കെ, അത് 22%. ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര 22? നമ്മൾ അതിസമ്പന്നനായി നമ്മൾ എത്ര ടാക്സ് കൊടുക്കണമെന്ന് അറിയോ? എത്ര കൊടുക്കണം? 42% ടാക്സ് കൊടുക്കണം. 42%. നമ്മുടെ വരുമാനം 5 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ, 5 കോടി കിട്ടുമെന്ന് നമുക്ക് സ്വപ്നം കാണാം. 5 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ എത്ര ശതമാനം കൊടുക്കണം? ടാക്സ് കൊടുക്കണം. 42% ടാക്സ് കൊടുക്കണം. നിങ്ങളൊരു കമ്പനിയാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് 5 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം കിട്ടി, എത്ര ശതമാനം ടാക്സ്? 22% ടാക്സ് കൊടുത്താൽ മതി. എല്ലാം കൂടെ കൂട്ടി 25.17% ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ കൊമേഴ്സും അല്ലാതെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, അപ്പം +2-ൽ എക്കണോമിക്സ് പഠിക്കാത്ത കുട്ടികൾ, നിങ്ങളെല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഫോളോ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഒരു GS ആയിട്ട് തന്നെ കൂട്ടിയാൽ മതി. GS ജനറൽ സ്റ്റഡീസ്, ജനറൽ നോളജൊക്കെ ആയിട്ടും കൂട്ടിയാൽ മതി. ഞാൻ പറഞ്ഞ എന്നാണെന്നറിയും, കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ റേറ്റ് 22% എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വ്യക്തികൾ ഇത്രയും ടാക്സ് കൊടുക്കണം, കമ്പനികൾ ഇത്രയും ടാക്സ് കൊടുത്താൽ മതി. കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യട്ടെ, ജനങ്ങൾക്ക് തൊഴിൽ കിട്ടട്ടെ. അതാണ് ഇത്ര റേറ്റ് കുറയ്ക്കാനുള്ള കാരണം കേട്ടോ. ലോജിക്ക് ഓർത്തേക്കണം. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊക്കെ കേട്ടുള്ള പേഴ്സണൽ ഇൻകം ടാക്സ്. നിങ്ങളൊരു സിനിമാ താരമായെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, യൂട്യൂബിൽ ഇഷ്ടംപോലെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ വരുമാനം ഒരു വർഷം 1 കോടി രൂപയാണെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഈ ടാക്സ് കൊടുക്കാൻ മാത്രം വലിയൊരു ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. 1 കോടി രൂപയല്ല കേട്ടോ, നമ്മൾ ഓർത്തേക്കണം. ഇന്ത്യയിൽ നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് 2.5 ലക്ഷത്തിന് മുകളിലെല്ലാം ഇൻകം ടാക്സ് പേ ചെയ്യണമെന്നല്ല, മറിച്ച് ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു 5.5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ടാക്സും കൊടുക്കണം. അതാണ് അതിൻ്റെ കീഴ്വഴക്കം. നമ്മളതിലേക്കൊന്നും പോകുന്നില്ല. ഗവൺമെൻറ് പറയുന്ന ഒരു വരുമാന പരിധിക്ക് മുകളിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ടാക്സാണ്
പേഴ്സണൽ ഇൻകം ടാക്സ്, കോളേജ് ജോലി കിട്ടിയാൽ ഞങ്ങളെപ്പോലുള്ളൊരു ടാക്സ് കൊടുക്കണം. നിങ്ങളല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുക്കണം. അതാണ് പേഴ്സണൽ ഇൻകം ടാക്സ്. ഓക്കെ, ഇനി അടുത്ത് കസ്റ്റംസ് ഡ്യൂട്ടി. പേര് കേട്ടതുപോലെ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ കസ്റ്റംസിൻ്റെ അവിടെ സ്വർണം തിരുവനന്തപുരത്ത് ഇറക്കുമതി ചെയ്ത് കള്ളക്കടത്ത് കൊണ്ടുവന്ന ഒക്കെ നിങ്ങൾക്കറിയാലോ, ആ കസ്റ്റംസാണ് ഈ കസ്റ്റംസ്. അപ്പോൾ ഇവിടെ എന്താണെന്നറിയാം, നമ്മൾ വിദേശത്ത് നിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ടാക്സാണ് കസ്റ്റംസ് ഡ്യൂട്ടീസ്. നമ്മളൊരു സാധനം, ചില സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനുണ്ടും ടാക്സ് കൊടുക്കണം. അപ്പോൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ടാക്സ് ആണ് ഏത് കസ്റ്റംസ് ഡ്യൂട്ടി. എല്ലാ സാധനവും എക്സ്പോർട്ട് ടാക്സ് ഭയങ്കര റെയറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര റെയറാണ്. മനസ്സിലായല്ലോ. നമ്മൾ കേട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടി അല്ല, ഇമ്പോർട്ട് ടാക്സാണ്. നമ്മളൊരു സാധനം ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുക്കണം? കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണം. ഇനി ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. നമ്മളൊരു സാധനം മേടിച്ചു, ഇന്ന് 1000 രൂപയ്ക്ക് മേടിച്ചു, 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ ഇത് 5000 രൂപയ്ക്ക് വിറ്റു. ഇന്ന് 1000 രൂപയ്ക്ക് മേടിച്ചു, നാളെ 5000 രൂപയ്ക്ക് മേടിച്ചു, വിറ്റു. വിറ്റപ്പോൾ നമുക്ക് 4000 രൂപയുടെ ലാഭം കിട്ടി. ഗവൺമെൻറ് നമ്മൾ പറയും അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ, നിനക്ക് 4000 രൂപയുടെ ലാഭം കിട്ടി, അതിൻ്റെ മുകളിൽ നീ എത്ര രൂപ, അതിൻ്റെ 4K കേട്ടോ, അതിൻ്റെ മുകളിൽ നീ ഒരു ടാക്സ് കൊടുക്കണം. ആ ടാക്സിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻ. 1000 രൂപയുടെ മേടിച്ചിട്ട് 1K എന്നിടാവേ 4000 രൂപയ്ക്ക് വിറ്റപ്പോൾ, 5000 രൂപയ്ക്ക് വിറ്റപ്പോൾ 4Kയുടെ എന്ത് കിട്ടി? ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. അന്നേരം നമ്മൾ കൊടുക്കേണ്ട ടാക്സാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. ഓർത്തിരിക്കണം. ഏറ്റവും തന്നെ നമുക്ക് ലക്ഷങ്ങളൊക്കെ ലാഭം കിട്ടിയിട്ട് ടാക്സ് കൊടുക്കാതിരിക്കുമ്പോൾ ഗവൺമെൻറ്റിനോട് പറയാതിരിക്കുമ്പോൾ ഗവൺമെൻറ് നമ്മളെ പീനലൈസ് ചെയ്യും. എന്നിട്ട് ഗവൺമെൻറ് പറയും നിങ്ങൾ ഈ ടാക്സ് കൊടുത്തില്ലെന്ന് പറയും. ഇതാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ഇന്ത്യയിലുള്ള ടാക്സ് കേട്ടോ. അത്ര പ്രധാനപ്പെട്ടതല്ല, വരുമാനം കുറവ്. ഇനി അടുത്ത് എക്സസ് ഡ്യൂട്ടീസ് ഓൺ പെട്രോളിയം പ്രോഡക്ട്സ്. അപ്പോൾ എക്സസ് ഡ്യൂട്ടി പെട്രോളിയം പ്രോഡക്റ്റിൻ്റെ മുകളിൽ മാത്രമേ ഈ ഗവൺമെൻറ് എക്സസ് ഡ്യൂട്ടിയിൽ പെട്രോളിയം ഗുഡ്സിൻ്റെ എക്സസ് ഡ്യൂട്ടി മാത്രമേ ഈ GST ആയിട്ട് മെർജ് ചെയ്യാത്തുള്ളൂ. പെട്രോളിൻ്റെ ടാക്സ് എത്രയാണെന്ന് അറിയാമോ? നമുക്കറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയോ എത്ര പേര്. ഞാൻ ഇവിടെ കണക്കൂട്ടി പറയാം. നിങ്ങൾ 100 രൂപയുടെ പെട്രോൾ മേടിക്കുകയാണെങ്കിൽ 100 രൂപയാണെന്ന് വിചാരിച്ചു പെട്രോൾ, അതിൻ്റെ ഒരു 53 രൂപയും ഗവൺമെൻറ് ടാക്സായിട്ട് മേടിക്കുന്ന. ഗവൺമെൻറ് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഗവൺമെൻറ് ഇപ്പം വേറെ വരുമാനമൊന്നുമില്ല. വേറെ GST ഒക്കെ കുറഞ്ഞു പോയി, കോർപ്പറേറ്റ് ടാക്സും കുറഞ്ഞു പോയി, പേഴ്സണൽ ടാക്സും കോവിഡിൻ്റെ കാലഘട്ടത്ത് കുറഞ്ഞു പോയി. ഗവൺമെൻറ് അതുകൊണ്ട് പെട്രോളെ ടാക്സ് ചെയ്യുക ഇഷ്ടപ്പെട്ടാണോ? അല്ല, വേറെ നിർത്തിയില്ല, വേറെ ഒന്നും വരുമാനം കിട്ടുന്നില്ല. ആ ടാക്സാണ് ഈ ടാക്സ്. ഏത് എക്സസ് ഡ്യൂട്ടിയും പെട്രോളിയം പ്രോഡക്ട്സ്. പിന്നെ അല്ലാതെ വേറെ 4-5 ഐറ്റം ഉണ്ട്, സിഗരറ്റ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കേട്ടോ. അതിൻ്റെ മുകളിലുള്ള ടാക്സാണിത്. ഇപ്പം ഗവൺമെൻറ് പ്രധാനപ്പെട്ട ടാക്സൊക്കെ നമ്മൾ ഞാൻ ഒന്നുകൂടെ പറയാം. 1 GST, 2 കോർപ്പറേറ്റ് ടാക്സ്, 3 പേഴ്സണൽ ടാക്സ്, 4 കസ്റ്റംസ് ഡ്യൂട്ടി, 5 ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, 6 എക്സൈസ് ഡ്യൂട്ടീസ് പെട്രോളിയം പ്രോഡക്ട്സ്. മൊത്തം 6 പ്രോഡക്റ്റിൻ്റെ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. കസ്റ്റംസ് ഡ്യൂട്ടിയും കുറവാണ്, മിക്ക കസ്റ്റംസ് ഡ്യൂട്ടി ഇതിനോട് മെർജ് ചെയ്തു. ഓക്കെ, സർവീസ് ടാക്സിൻ്റെ കൂടെ കേട്ടോ GSTയുടെ കൂടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ടാക്സ് ഏതൊക്കെയാണ് നമ്മളിവിടെ കണ്ടു. ഞാൻ ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യേണ്ടി, ഒന്നുകൂടെ ഡിലീറ്റ് കഴിഞ്ഞാൽ എല്ലാം കൂടെ പോട്ടെ, വേണ്ട, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, വ്യൂ എടുത്തിട്ട് റീഡ് മോഡിലിടുക. ഓക്കെ, അപ്പോൾ നമ്മളത് കണ്ടല്ലോ. ഇനി ഫോളോയിങ് ടേബിൾ ഷോസ് ദി ടാക്സ് റവന്യൂസ് ആൻഡ് ദർ ഷെയർ ഇൻ ദി സെൻട്രൽ ഗവൺമെൻറ്റ്സ് ബഡ്ജറ്റ് 2020-21. നമ്മുടെ പ്രധാനമന്ത്രിയല്ലോ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ടാക്സ് റവന്യൂ ഒക്കെ എങ്ങനെയായിരുന്നു. നമ്മളീ പറഞ്ഞ ഇത്രയും ടാക്സ് റവന്യൂ പൊസിഷൻ നമ്മളൊന്ന് മനസ്സിലാക്കട്ടോ. GST നമ്മൾ എന്താ പറയുക, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് മാത്രമേ ഉള്ളൂ. നോക്കുക, 2021 ബഡ്ജറ്റിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം 1-ാം തീയതി ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രകാരം ഇന്ത്യയിലെ GST 6,90,000 കോടി രൂപ. ഓക്കെ, 1-ാം സ്ഥാനത്ത് ഇടാത്തതിൽ എനിക്ക് ഭയങ്കര പരിഭവമുണ്ട്. ഞാൻ ഈ ടേബിൾ അല്ല ഉദ്ദേശിച്ച്, പോട്ടെ, ഇതിവിടെ വരണമായിരുന്നു, പോട്ടെ, അത് നോക്കണ്ട. നിങ്ങൾ GST ഏറ്റവും വലുതെന്നൊന്നും മനസ്സ് വിചാരിച്ചാൽ മതി. ഓക്കെ, 6,90,000 കോടി രൂപ, 28.4%. 100 രൂപയാണ് ഗവൺമെൻറ് ടാക്സ് വരുമാനമെങ്കിൽ 28.4 രൂപ എവിടെ നിന്നാണ് വരുന്നത്? GST എന്നാണ് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടാക്സ് റവന്യൂ ഏതാ? കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. മനസ്സിലായല്ലോ. ഈ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ഇങ്ങനെ രണ്ടാമതിന് പോകാനുള്ള കാരണം അറിയാം, 30% കോർപ്പറേറ്റ് ഇൻകം ടാക്സിൻ്റെ റേറ്റ്. കൊമേഴ്സിലെ കുട്ടികളെല്ലാം ഇപ്പം ഭയങ്കര സന്തോഷിക്കുന്നതാണ്. പക്ഷേ ഇത് GKയുടെ ഭാഗം കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന സംഭവമുള്ളൂ. അപ്പം അത് ഗവൺമെൻറ് എത്രയിലേക്ക് കുറച്ചു? 22% കുറച്ചു. 30 എത്രയും 22% കുറച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? കോർപ്പറേറ്റ് ഇൻകം ടാക്സിൻ്റെ ടാക്സ് റവന്യൂ കുറഞ്ഞു. നേരത്തെ 7.6 ലക്ഷം കോടി രൂപയൊക്കെയായിരുന്നു, ഇത് 6.8 ലക്ഷം കോടി രൂപയാണ്. നിങ്ങൾ നോക്കണം, 1, 2, 1, 10, 100, 1000, 10,000 ലക്ഷം. 6,81,000, 6,90,000. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ടാക്സ് റവന്യൂ ഏതാണ്? GST ആണ്. ഓർത്തണം. ഞാൻ നോക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിൻ്റെ അകത്ത് ഞാൻ തിരിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങളത് പിന്നെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം പിന്നെ എഴുതി വെക്കും. നോട്ടിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഞാൻ എഴുതിക്കോട്ടെ. നോട്ട്, ടേബിൾ, ടാക്സ് റവന്യൂ, കറക്റ്റ് ഇറ്റ്. ഓക്കെ. Okay, so we are discussing about important tax revenues. The first one is GST, second one is corporate tax. Okay, third one is personal tax. Corona 6,38,000 crores rupees is the amount of personal
ഇൻകം ടാക്സ് റവന്യൂ ദാറ്റ് ദി ഗവൺമെൻറ് ഇസ് ഗെറ്റിംഗ്. നമ്മുടെ വ്യക്തികളിൽ നിന്ന് ടാക്സ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്, കമ്പനിയിൽ നിന്ന് ടാക്സ് ചെയ്യുമ്പം 50,000 കോടി രൂപയുടെ ഗവൺമെൻറ് കിട്ടുന്നത്, കൂടുതൽ കിട്ടുന്നത് 50,000 ഒന്നുമില്ല, എത്രയുണ്ട്, 43,000 കോടി രൂപയുടെ ടാക്സ് റവന്യൂ ഗവൺമെൻറ് കൂടുതൽ കിട്ടുന്നുണ്ട്. നമുക്ക് വ്യക്തികളുടെ ടാക്സ് വാങ്ങണം, വ്യക്തികളുടെ ടാക്സ് കയ്യിൽ ഇഷ്ടംപോലെ ടാക്സ് റവന്യൂ ഗവൺമെൻറ് കിട്ടുന്നുണ്ടെന്ന് അതിനർത്ഥം. എത്രയുണ്ട്? 26.3%. എവിടെ? മൊത്തം ടാക്സ് റവന്യൂൻ്റെ സെൻറ്ററിൻ്റെ മറക്കരുത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആരെക്കുറിച്ചാണ്? സെൻറ്ററിനെ കുറിച്ചാണ്. യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി, പെട്രോൾ, ഡീസൽ എഴുതട്ടെ, പെട്രോള്, ഡീസൽ, കോമ കേട്ടോ, മൊത്തം അങ്ങ് വാങ്ങിച്ചു കളഞ്ഞേക്കാം, പിന്നെ കുഴപ്പമില്ലല്ലോ. ഏതൊക്കെയാണ് നമുക്കിത് പറയാനുള്ള കാരണം അറിയാം? പെട്രോള്, ഡീസൽ, ഇതിൻ്റെ മുകളിലുള്ള ടാക്സായി പറയുന്നത്. അതിൻ്റെ മുകളിൽ അതാണ് ഏറ്റവും കൂടുതൽ ടാക്സ്. ഗവൺമെൻറ് ഈയിടെ 12 രൂപ ഡീസലിനും പെട്രോളിനും കൂടെ കൂടുതലായിട്ട് ടാക്സ് ഏർപ്പെടുത്തി. എന്നാണെന്നറിയാം? മെയിലും കണ്ട. അപ്പോൾ ആ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. പെട്രോളിൻ്റെയും എല്ലാം കൂടെ 2,67,000 കോടി. 6 പ്രൊഡക്റ്റേ ഇവിടെ ഉള്ളൂ. അതിൽ ഏറ്റവും 2 പ്രൊഡക്റ്റ് പെട്രോളും ഡീസലോ. അതിൽ നിന്ന് ഗവൺമെൻറ് എത്ര ടാക്സ് കിട്ടുന്നു? 2,67,000 കോടി രൂപ ഗവൺമെൻറ് അതിൽ നിന്ന് ടാക്സ് കിട്ടുന്നുണ്ട്. ചെറിയ വരുമാനമോ ആണോ? അല്ല. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് നമ്മുടെ കമ്പനിയൊക്കെ ലോക്ക്ഡൗൺ ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നത് അറിയാം? ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കമ്പനിയെല്ലാം പൂട്ടി പോകുമ്പം ഇവർ കമ്പനിക്ക് വരുമാനം ഉണ്ടോ? ഇല്ല. ആ ടാക്സ് കുറവായിരിക്കും. GST എന്ന് പറയുന്നത് കമ്പനി ഒന്നും വിൽക്കാനും വാങ്ങാനൊന്നും ഇല്ല, സാധനങ്ങളൊന്നും വിറ്റ് പോകുന്നില്ല, അന്നേരം കിട്ടുകയില്ല. പേഴ്സണൽ ടാക്സ് വ്യക്തികളുടെ വരുമാനമൊക്കെ കുറഞ്ഞു, അതും കിട്ടിയില്ല. പിന്നെ ആ പടം ഗവൺമെൻറ് കിട്ടുന്നത് തന്നെയുള്ളൂ. ഈ ഇച്ചിരിയുള്ള 2,67,000 കോടിയുള്ള യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഉള്ളൂ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഗവൺമെൻറ് നമ്മളെ കുത്തിന് പിടിച്ച് ആ പൈസ എല്ലാം കൂടെ മേടിച്ചെടുക്കുക. അതാണ് ഗവൺമെൻറ് കുറ്റം പറയാൻ പറ്റുമല്ലോ കേട്ടോ. കാരണം വേറെ വരുമാനമാർക്കൊക്കെ കുറവാണ്. ഓക്കെ. 11% കസ്റ്റംസ് ഡ്യൂട്ടീസ് ഇറക്കുമതി ചെയ്യുമ്പോൾ 5.7% കാരണം ഉണ്ടല്ലോ, നമ്മൾ ഇറക്കുമതി ടാക്സ്, ഇമ്പോർട്ട് ടാക്സ് കുറച്ച് കൊണ്ട് തീരെ കുറവാണ്. പിന്നെ എന്ന് മാത്രമല്ല, ഒത്തിരി ഇമ്പോർട്ട് ടാക്സ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സിൻ്റെ കൂടെ GSTയുടെ കൂടെ നമ്മൾ മർജ് ചെയ്തു. GSTയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? മർജ് ചെയ്തു. അതുകൊണ്ട് കുറച്ച് ടാക്സുകൾ, അഡീഷണൽ ഡ്യൂട്ടി ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടാക്സുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കസ്റ്റംസിൽ. സോ മൊത്തം ടാക്സ് റവന്യൂ സെൻറ്ററിൻ്റെ 24 ലക്ഷം കോടി രൂപ. എത്രയാണ് ഗവൺമെൻറ് മൊത്തം എക്സ്പെൻഡിച്ചർ ഒക്കെ? 31 ലക്ഷം കോടി രൂപ വെച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അതിൽ 24 ലക്ഷം കോടി രൂപ എവിടെ നിന്ന് വരുന്നുള്ളൂ? ഗവൺമെൻറ് ടാക്സായിട്ട് ഇടുന്നുള്ളൂ. ഇനി അതിൻ്റെ ഒരു 10 ലക്ഷം 12 ലക്ഷം കോടി സ്റ്റേറ്റിന് കൊടുക്കും, ബാക്കിയുള്ള സെൻറ്ററിൻ്റെ കയ്യിലുള്ളൂ. നമ്മൾ പറഞ്ഞു ഇതാണ് എൻ്റെ ടാക്സ് റവന്യൂ സെൻറ്ററിൻ്റെ പേരെങ്കിലും ഓർത്തിരിക്കും. ഇതൊന്നും പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതുവാന്നൊക്കെ വിചാരിച്ച് പേടിച്ചേക്കരുത്. ഇതൊക്കെ നിങ്ങൾക്ക് ഐഡിയയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അല്ല PSCക്ക് അതൊക്കെ ചോദിക്കും. ഈവൻ നമ്മൾ പ്യൂണിൻ്റെ PSCക്ക് അതുവരെ ഇത് ചോദിക്കും. പക്ഷേ നമ്മൾ അതുകൊണ്ട് ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഏറ്റവും കൂടുതൽ ടാക്സ് റവന്യൂ സെൻറ്ററിന് കിട്ടുന്ന ഏത് ടാക്സിൽ നിന്നാണ്? GSTയിൽ നിന്ന്. ഓക്കെ. പിന്നെ ഒരു ചിത്രം ഈസി ആണല്ലോ. ഇതുണ്ടോ? GST, കോർപ്പറേറ്റ് ടാക്സ്, പേഴ്സണൽ ടാക്സ്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടീസ്. നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും വേറൊരു ടാക്സ് ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഇനി അത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ നോൺ ടാക്സ് റവന്യൂസിനെ കുറിച്ച് കാണുവാണെങ്കിൽ, നോൺ ടാക്സ് റവന്യൂസ് ആർ റവന്യൂസ് അതർ ദാൻ ടാക്സ് റവന്യൂസ് ടു ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് റിസീപ്റ്റ്സ്. ഗവൺമെൻറ് ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബ്ലേഡ് ആണെന്നാണോ? അല്ല. ഗവൺമെൻറ് വളരെ കുറച്ച് ആൾക്കാർക്ക് കടം കൊടുത്തുള്ളൂ. ആർക്കായിരിക്കും? സ്റ്റേറ്റിന് കൊടുക്കും. സ്റ്റേറ്റിന് കടം കൊടുക്കുമോ? ഇല്ലല്ലോ. കുറച്ച് ചില കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. പിന്നെ അതർ ഗവൺമെൻറ്റ്സിന് കൊടുക്കും. അതർ ഗവൺമെൻറ്റ്സിന് ആരാ? വിദേശ രാജ്യങ്ങൾക്ക് കൊടുക്കും. അവർക്ക് കൊടുക്കാനുള്ള പൈസ നമ്മുടെ ഇന്ത്യയിലും കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ട അഫ്ഗാനിസ്ഥാൻ പോലെ രാജ്യങ്ങൾക്ക് അവർക്ക് ഗ്രാൻഡാ, വേറെ ചില രാജ്യങ്ങൾക്ക് കടം കൊടുക്കും, തിരിച്ചു കിട്ടും. ഇനി പ്രോഫിറ്റ്സ് ഫ്രം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്, നമ്മൾ പറഞ്ഞല്ലോ പൊതുവായ സ്ഥാനങ്ങൾ, ലാഭം, റവന്യൂ ഫ്രം സോഷ്യൽ സർവീസസ് ലൈക്ക് മിൻറ്റ്, ഇൻകം ഫ്രം ജനറൽ സർവീസ്, സോഷ്യൽ സർവീസ് എക്സെട്ര. വേറെ ഇങ്ങനെ ഒത്തിരി സർവീസിന് ഗവൺമെൻറ് വരുമാനങ്ങൾ, ചെറിയ വരുമാനമുള്ളൂ. ഭയങ്കര സംഭവമൊന്നുമില്ല. എല്ലാം കൂടെ RBI നിന്ന് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ ഭയങ്കര കേട്ടോ. RBI നിന്ന് കിട്ടുന്ന വരുമാനം, RBI ഈയിടെ ഗവൺമെൻറ് ഒത്തിരി പൈസ കൊടുത്തു. 1,76,000 കോടി രൂപ RBIക്ക് ഗവൺമെൻറ് കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ ആ ടോപ്പിക്ക് ഇപ്പം നോൺ ടാക്സ് റവന്യൂ എന്നതുകൊണ്ട് ഇനി നമ്മൾ കാണുന്നത് എന്താ പറയുക? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഏതൊക്കെ? ഓക്കെ. അതിൽ നമ്മൾ സെൻറ്ററിൻ്റെ നമ്മൾ കാണുന്നത്, സ്റ്റേറ്റിലെ നമ്മൾ പ്രത്യേകിച്ച് പറയും ടാക്സസ് ആർ ഓഫൺ ഡിവൈഡഡ് ഇൻടു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. These two taxes are classified on the basis of their impact on the ടാക്സ് പെയർ. എന്തുകൊണ്ടാണ് ഈ ഡയറക്റ്റിനുണ്ട് നമ്മുടെ മേലുള്ള ഇമ്പാക്റ്റിൻ്റെ ബേസിലാണ് നമ്മളിതിനെ ഡയറക്റ്റിനും ഇൻഡയറക്റ്റിനും, ഏത് ആംഗിളിലാണ് ഇത്, ഏത് ബേസിസിലാണ്, ഏത് ലോജിക്കിലാണ് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഓർക്കണം. ഇമ്പാക്റ്റ് ഓൺ ദി ടാക്സ് പെയറിന്. ഓക്കെ. ഇനി എന്താണ് ഡയറക്റ്റ് ടാക്സ്? ഡയറക്റ്റ് ടാക്സ് ഈസ് എ കൈൻഡ് ഓഫ് എ ചാർജ്. ഭയങ്കര ഡെഫിനിഷനിൽ പോവാം. മനസ്സിലായല്ലോ? ഈസ് എ കൈൻഡ് ഓഫ് ടാക്സ് എന്ന് കിട്ടാൽ മതി. വിച്ച് ഈസ് ഇമ്പോസ്ഡ് ഡയറക്ട്ലി ഓൺ ദി ടാക്സ് പെയർ ആൻഡ് പെയ്ഡ് ഡയറക്ട്ലി ടു ദി ഗവൺമെൻറ് ബൈ ദി പേഴ്സൺസ് ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. അതാണ്, നിങ്ങൾ വരുമാനം കിട്ടി, ഒരു ജോലി കിട്ടി, 10 ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും നാട്ടുകാർ ടാക്സ് കൊടുക്കില്ല, നമ്മൾ തന്നെ ടാക്സ് കൊടുക്കണം. നമ്മൾ 30% ടാക്സ് കൊടുക്കും. നമുക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ നമ്മൾ 30% നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേറൊരാൾക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതൊക്കെ വേറെ ടെക്നിക്കലും നമ്മൾ തിയററ്റിക്കലായിട്ടുള്ള കാര്യം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനേ ഇവിടെ നമ്മൾ
യൂണിവേഴ്സിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് എ ടാക്സ് which is imposed directly on the taxpayer and should be directly paid to the government by the person on whom the tax is imposed. Okay, so direct tax cannot be shifted by the taxpayer to somebody else. എനിക്ക് വേണ്ടിയിട്ട് നാട്ടുകാരെങ്കിലും ടാക്സ് അടയ്ക്കും, എനിക്ക് വേണ്ടിയിട്ട് അടുത്തുള്ള ആരെങ്കിലും ടാക്സ്, അങ്ങനെ നമുക്ക് റിലേറ്റീവ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ ടാക്സ് അടയ്ക്കും. നമ്മൾ പൈസ കൊടുത്താൽ നാട്ടുകാർ കൊണ്ട് അടയ്ക്കും, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ തന്നെ ടാക്സ് അടയ്ക്കണം. ഓക്കെ, നമ്മുടെ ഇൻകത്തിന് ഡയറക്റ്റ് ടാക്സ് ആർ മെയിൻലി ടാക്സ് ഓൺ ഇൻകം, പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻസ്, വെൽത്ത്, എക്സ്പെൻഡിച്ചർ എക്സെട്ര. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ടാക്സിനെ നമുക്കൊരു പറയുകയാണെങ്കിൽ ഒരു ഡെഫിനേഷൻ ഇത്രേ ഉള്ളൂ. എന്താണ് ഡയറക്റ്റ് ടാക്സസ് ആർ മെയിൻലി ടാക്സ് ഓൺ ഇൻകം, നമ്മുടെ ഇൻകം, പ്രോപ്പർട്ടി, ഭയങ്കര പ്രോപ്പർട്ടി നമുക്കാണെന്ന് വിചാരിക്കാം, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഡയറക്റ്റ് ടാക്സ്, വെൽത്ത് ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇതിൻ്റെ മുകളിലെല്ലാം ഉള്ള ടാക്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ്. പക്ഷേ ഡയറക്റ്റ് ടാക്സസ് ആർ മെയിൻലി വാട്ട് ഇൻകം ടാക്സ്. ഇന്ത്യയിൽ ഇമ്പോസ് ചെയ്യുന്ന ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ 100 രൂപ ഇൻകം ടാക്സിന് കിട്ടും, ഡയറക്റ്റ് ടാക്സിന് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 92% ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഈ ഇൻകം ടാക്സിന് കിട്ടുന്നതായിരിക്കും. 2 തരത്തിലുള്ള ഇൻകം ടാക്സാണ്, കോർപ്പറേറ്റിൻ്റെ ഇൻകം ടാക്സും നമ്മൾ വ്യക്തികൾ കൊടുക്കുന്ന ഇൻകം ടാക്സും. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് ഈ ഡയറക്റ്റ് ടാക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. ഏറ്റവും പ്രധാന ഡയറക്റ്റ് ടാക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ മേജർ ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ. ഓക്കെ, 1 കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, കമ്പനികൾ കൊടുക്കുന്ന ടാക്സ്. 2 പേഴ്സണൽ ഇൻകം ടാക്സ്, നമ്മൾ വ്യക്തികൾ കൊടുക്കുന്ന ടാക്സ്. 3 ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ഗെയിൻസ്. ഗിഫ്റ്റ് ടാക്സ്, 50,000 മുകളിൽ ഗിഫ്റ്റ് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുക. എനിക്ക് 50 കോടി രൂപയുടെ സ്ഥലമുണ്ട്, ഞാൻ നാട്ടുകാർക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മളങ്ങനെ കൊടുക്കാൻ പറ്റിയല്ലോ അതൊക്കെ. അപ്പോൾ ഗവൺമെൻറ് പറയും അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്, അപ്പോൾ നമ്മൾ സ്ഥലം മേടിച്ചവനോട് സ്ഥലം നമുക്ക് തന്നവനോട് പറയാം നീ ഗിഫ്റ്റായിട്ട് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ, കരമൊന്നും അടയ്ക്കണ്ടല്ലോ. അങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയില്ല, ടാക്സ് ഉണ്ട്. അതിന് പറയുന്ന പേരാ ഗിഫ്റ്റ് ടാക്സ്. ഓക്കെ, വളരെ ചെറുതാട്ടോ ആ ടാക്സിൽ നിന്നിരുന്ന വരുമാനം. ഇത് പറയാൻ മാത്രമുള്ള വരുമാനമൊന്നും അതിൽ നിന്നില്ല. Okay, now we are coming to the first one, that is what corporate income tax. This is a tax levied on the income of the companies under Income Tax Act. നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ 1961 ഇൻകം ടാക്സ് കീഴിൽ കമ്പനികൾ കൊടുക്കുന്ന ടാക്സാണ് കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, CET is the largest tax revenue of the central government. അയ്യോ തെറ്റിപ്പോയി കേട്ടോ, തെറ്റി, ഞാൻ കറക്റ്റ് ചെയ്താക്കാവേ. ഇറ്റ് വാസ് ദി ലാർജസ്റ്റ് ടാക്സ് റവന്യൂ. 2020-21 ഇത് രണ്ടാമതായിപ്പോയി, സെക്കൻഡ് ലാർജസ്റ്റ്. അപ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യട്ടെ. CIT ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ്. ഓക്കെ, സെക്കൻഡ് ലാർജസ്റ്റ് ടാക്സ് റവന്യൂ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, ഫസ്റ്റ് ഏതാണ്? GST. റീസെൻ്റ്ലി ദി ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഓഫ് 22%. അപ്പോൾ എത്രയാണ്? 30%ൽ നിന്ന് എത്രയിലേക്ക് കുറച്ചു? 22%ലേക്ക് കുറച്ചു. CIT ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ടാക്സ് റവന്യൂ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. നമ്മൾ സെക്കൻഡ് ആണെന്നൂടെ പറഞ്ഞിട്ടുണ്ട് ദൈവമേ. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ടാക്സ് റവന്യൂ ഫോർ ദി സെൻട്രൽ എന്ന് പറഞ്ഞ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടോ, ഞാൻ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ടാക്സ് റവന്യൂ ആണ്. ആദ്യത്തെ ഏതാണ്? GST ആണ്. ഓക്കെ, ഐ എം വെരി സോറി ഫോർ സം മിസ്റ്റേക്സ് ഹിയർ, ബട്ട് ദിസ് മിസ്റ്റേക്സ് വിൽ ബി ഓൺലി ഇൻ ദിസ് വീഡിയോ. ഓക്കെ, നോട്ട് ഞാൻ കറക്റ്റ് ചെയ്തോളാം. ഓക്കെ, നോ കഴിഞ്ഞ വർഷം അതേ ഏറ്റവും വലുതായിരുന്നു, എന്നിട്ട് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തത് അങ്ങനെ പറ്റിയതാണ്. ഓക്കെ, നോ പേഴ്സണൽ ഇൻകം ടാക്സ് ഓൺ ഇൻകം. ദിസ് ഈസ് ദ ടാക്സ് ഓൺ ദി ഇൻകം ഓഫ് ദി ഇൻഡിവിജ്വലിൻ്റെ മുകളിലുള്ള ഇൻഡിവിജ്വൽ കൊടുക്കേണ്ട ടാക്സാണ് പേഴ്സണൽ ഇൻകം ടാക്സ്. ഇൻഡിവിജ്വൽസ് മസ്റ്റ് പേ ടാക്സസ് ഓൺ ദി ബേസ് ഓഫ് ദർ ഇൻകം. അതാണ് നമ്മൾ കൊടുക്കുന്ന ടാക്സ്. എന്താ? നമ്മുടെ ഇൻകത്തിന് മുകളിൽ 10 ലക്ഷം രൂപ വരുമാനം എത്ര ടാക്സ് കൊടുക്കണം നമുക്കറിയാം, ശരിയല്ലേ? കണക്കൂടി നമുക്ക് പറയാൻ പറ്റും. സോ സെവറൽ എക്സംഷൻസ് ആൻഡ് ഡിഡക്ഷൻസ് ആർ ഓൾസോ ഗിവൺ ടു പേഴ്സണൽ ഇൻകം ടാക്സ് പേഴ്സ്. ഭയങ്കര എക്സംഷൻ ഉണ്ട്. സെക്ഷൻ 80C എന്നൊക്കെ പറയും. 80C എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് അവിടെ ബാങ്കിൽ സേവ് ചെയ്യാം, നമ്മുടെ മറ്റെന്തെങ്കിലുമൊക്കെ സേവിങ്, എന്താ പറയുക, പെൻഷൻ മേടിക്കാം, അങ്ങനെ ഒത്തിരി പെൻഷൻ ലാഭം അടയ്ക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഏത് ഡിഡക്ഷൻസ് ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ പിന്നെ വേറെ സെക്ഷൻസ് ഒത്തിരി ഉണ്ട്. സെക്ഷൻ 80C തൊട്ട് സെക്ഷൻ 80U വരെയുള്ള സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ആർക്കെങ്കിലും എന്ത് കൊടുക്കാം? നമ്മുടെ മുഖ്യമന്ത്രിയിലെ ഫണ്ടിലേക്ക് കോവിഡിൻ്റെ നമുക്ക് കൊടുക്കാം, പ്രധാനമന്ത്രിയുടെ കൊടുക്കാം, വെള്ളപ്പൊക്ക ദുരിതാശ്വാസം കൊടുക്കാം. അതൊക്കെ 80G എന്ന് പറഞ്ഞിട്ട് 80G എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അച്ഛനമ്മമാർക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്, വീട് മേടിക്കുമ്പോൾ ഈ പലിശ അടയ്ക്കാൻ വേണ്ടി ഒത്തിരി, അതിനെല്ലാം കുറിച്ച് നമ്മളോട് പറഞ്ഞത്. പിന്നെ പെൻഷൻ അടയ്ക്കാൻ വേണ്ടിയിട്ട്, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ ഓർത്തിരിക്കേണ്ട കാര്യം, ഒത്തിരി ഡിഡക്ഷൻസും എക്സംഷൻസും ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് കൊടുത്തേക്കുക. നിങ്ങളിത് മേടിക്കുക, പെൻഷൻ മേടിക്കുക, ഇൻഷുറൻസ് മേടിക്കുക, ഞങ്ങൾ ടാക്സ് അതിൽ നിന്ന് മേടിക്കുന്നില്ല, ഡിഡക്റ്റ് ചെയ്ത് തരാം എന്ന് ഗവൺമെൻറ് ഓഫറിങ് നടത്തുക. ആ ഓഫറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിഡക്ഷൻസ്, എക്സംഷൻസ്. ഓക്കെ, നോ PT is the direct tax and is the third largest tax revenue of the center. ഓക്കെ, തേർഡ് ലാർജസ്റ്റ് സംശയമൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഓടിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് ഇച്ചിരി പ്രശ്നം ഉണ്ടാവും, സാരമില്ല, തേർഡ് ലാർജസ്റ്റ്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആ പഴയതിലോട്ടൊന്ന് പോവാം. ഇങ്ങനെ ഓടിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് ഇച്ചിരി പ്രശ്നമാണെന്ന് അറിയാം, സാരമില്ല, ഞാൻ ഇനി ഒഴിവാക്കാം. വ്യൂ എടുക്കുക,
റീഡ് മോഡ് ഇടുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ടാക്സിനെ കുറിച്ച് കാണാം. അപ്പോൾ നമ്മൾ 2 ഇൻഡയറക്റ്റ് ടാക്സിനെ കുറിച്ചുണ്ട്. ഏതൊക്കെയാണ്? CAT, രണ്ടാമത്തെ ഏതാണ്? PAT. മനസ്സിലായല്ലോ. മൂന്നാമത്തെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. ക്യാപിറ്റൽ അസറ്റ്സ് മീൻ പ്രോപ്പർട്ടീസ് ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ദി പേഴ്സൺ. നിങ്ങളിങ്ങനെ സ്വർണ്ണം മേടിക്കുക, സ്വർണ്ണം ഇപ്പോൾ മേടിക്കുക, സ്വർണ്ണത്തിൻ്റെ വില കൂടുക കേട്ടോ. കാരണം കോവിഡ് കാരണം മറ്റ് അൺസർട്ടനിറ്റിയാണ് സ്വർണ്ണത്തിൻ്റെ വില കൂടുക. അപ്പോൾ സ്വർണ്ണം ഇങ്ങനെ മേടിച്ചിങ്ങനെ വെക്കുക, വില കൂടുന്നു വിചാരിച്ചു, നാളെ ഇരട്ടിയായെന്ന് വിചാരിച്ചു. 5000 രൂപയുടെ സ്വർണ്ണം മേടിച്ചിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് 5000 രൂപയുടെ സ്വർണ്ണം മേടിച്ചു കേട്ടോ. അവന് കോയിനായിട്ട് മേടിച്ചു ഗവൺമെൻറ്റിൽ നിന്ന്. ഇപ്പോൾ എൻ്റെ 5800 രൂപയും കിട്ടി. ഭയങ്കര സന്തോഷമാണ്. വിൽക്കാൻ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. 800 രൂപ അവിടെ ലാഭം കിട്ടി. 800 രൂപ ലാഭം കിട്ടുമ്പോൾ ലാഭം അവന് കിട്ടുന്ന ഇൻകം അല്ലേ, അത് ടാക്സ് കൊടുക്കണ്ടേ? അതിന് പറയുന്നത് വരാം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അവന് കൊടുക്കണ്ട കേട്ടോ, അവൻ പാവപ്പെട്ടാനാണ്. പിന്നെ ഗവൺമെൻറ് അവൻ്റെ നിന്ന് ഇച്ചിരി മേടിച്ചോളൂ. ഇനി ക്യാപിറ്റൽ ഗെയിൻസ് മീൻസ് ആൻ ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ദി ക്യാപിറ്റൽ അസെറ്റ് ദാറ്റ് ഗീവ്സ് ഇറ്റ് എ ഹയർ വർത്ത് ദാൻ ദി പർച്ചേസ് പ്രൈസ്. ഇതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനം. നമുക്ക് അങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളത് മനസ്സിലാക്കിയാണ്. നമ്മൾ ബേസിക് കാര്യങ്ങൾ പറയാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നോട്ടൊന്നും എനിക്ക് തരാതിരിക്കാനും പറ്റിയില്ല. എന്നപോലെ നിങ്ങൾ അത് എത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതും കാര്യമില്ല. ക്യാപിറ്റൽ ഗെയിൻസ് അസറ്റ്സ്. ക്യാപിറ്റൽ അസറ്റ്സ് മീൻസ് പ്രോപ്പർട്ടീസ് ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ പേഴ്സൺ. ഓക്കെ, ഇഫ് യു ബൈ at a lower price, sell at a very higher price, the difference is capital gain and you have to pay a tax. When the asset is sold at a higher price, the tax is imposed on the capital gains. There is both long time and short time capital gains tax in India. ഓക്കെ, ഇതൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൽ വിഷമിക്കരുത്. ജസ്റ്റ് നോക്കിപ്പോയാൽ മാത്രം മതി. ഓക്കെ, ദെൻ ദി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ഇസ് ഗിഫ്റ്റ് ടാക്സ്. ഗിഫ്റ്റ് ഞാൻ അങ്ങനെ സ്ഥലമൊന്നും വിൽക്കുന്നില്ല, ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുക. എന്തിനാ? ടാക്സ് ലാഭിക്കാൻ വേണ്ടി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് ടാക്സ് കൊടുക്കേണ്ടി വരും. ഗിഫ്റ്റ് ക്യാൻ ബി ഗിവൺ ഇൻ ദി ഫോം ഓഫ് ക്യാഷ്. ഇമൂവൽ പ്രോപ്പർട്ടി. മൂവൽ എന്ന് പറഞ്ഞാൽ എന്താ? ബിൽഡിങ്, സ്ഥലം, ലാൻഡ് ബിൽഡിങ്. ആൻഡ് മൂവൽ പ്രോപ്പർട്ടി സച്ച് എ സെക്യൂരിറ്റി, ജ്വല്ലറി, പെയിൻറ്റിങ് ഉണ്ടോ? പഴയ രവിവർമ്മ പെയിൻറ്റിങ്, സ്കൾപ്ചർ, ബുദ്ധൻ്റെയൊക്കെ നടരാജ വിഗ്രഹം, വർക്ക് ഓഫ് ആർട്ട്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഗിഫ്റ്റിന് നമ്മൾ ടാക്സ് കൊടുക്കാം. ഗിഫ്റ്റ് റിസീവ്ഡ് ഇൻ ക്യാഷ് വിച്ച് ഇസ് എക്സിറ്റ് 50,000 ആർ ടാക്സബിൾ. അതർ ഗിഫ്റ്റും ടാക്സബിൾ കേട്ടോ. അതിൻ്റെ ഒരു നിയമങ്ങളൊക്കെ വ്യത്യാസം. നമ്മൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഇങ്ങനൊരു ടാക്സ് ആണെന്ന് മാത്രം നമ്മൾ വിചാരിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് കംസ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മൾ ഇതുവരെ കണ്ട ഏതായിരുന്നു? നമ്മളിതുവരെ കണ്ടത് ഡയറക്റ്റ് ടാക്സാണ്. ഓക്കെ, നമ്മളിതുവരെ കണ്ടത് ഡയറക്റ്റ് ടാക്സ്. അതിൻ്റെ നമ്മൾ പേഴ്സണൽ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് കണ്ടു, പേഴ്സണൽ ടാക്സ് കണ്ടു, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കണ്ടു, ഗിഫ്റ്റ് ടാക്സ് കണ്ടു. Okay, now comes what? Indirect taxes. An indirect tax is a tax collected by an intermediary, okay, from the person, like a retail store owner, from the person who bears the ultimate economic burden of the tax. Okay, അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻ്റർമീഡിയറ്റ്, ഒരു കച്ചവടക്കാരനായിരിക്കും. അയാൾ ഒരു ഗുഡ് വിറ്റപ്പം അവസാനമായിട്ട് ഇത് മേടിക്കുന്ന, കൺസ്യൂം ചെയ്യുന്ന ആളിൽ നിന്ന് മേടിച്ച ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അത് ഇയാൾ കൈവയ്ക്കാൻ പറ്റുമോ? ഇല്ല. അത് ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ്റിന് കൊടുക്കണം. മനസ്സിലായല്ലോ. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് ആർ ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. സോ ഇത് ഭയങ്കര സിമ്പിളാണ് ഓർത്തിരിക്കാൻ. എന്താണ് ഡയറക്റ്റ് ടാക്സ്? നമ്മൾ മുമ്പ് കണ്ടു. ഡയറക്റ്റ് ടാക്സ് ആർ ടാക്സ് ഓൺ ഇൻകം, പ്രോപ്പർട്ടി, വെൽത്ത്, ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അങ്ങനെ ഇൻഡയറക്റ്റ് ബാക്കിയല്ല ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് ആർ ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈസിയാണ്. ഇത് ഭയങ്കര സുന്ദരമായ ഡെഫിനിഷനാണ്. ഓർത്തിരിക്കാനും മാത്രമല്ല, നമുക്കൊരു പരീക്ഷയ്ക്ക് ഏതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ, അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനെ കണ്ടുപിടിക്കാൻ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇൻഡയറക്റ്റ് ടാക്സ് ആർ ടാക്സസ് ഓൺ അവിടെ എനിക്കൊരു തെറ്റുപറ്റി. ടാക്സസ് ഓൺ, അത് പേജ് നമ്പർ എത്രയാണ്? ജസ്റ്റ് ആ പേജ് നമ്പർ ഞാൻ നോക്കട്ടെ. 4. ഓക്കെ, indirect tax are taxes on goods and services. An indirect tax is one that can be shifted by the taxpayer to someone else. അപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ വിചാരിച്ച് നോക്കിയോ, നമ്മൾ കടയിൽ പോകുമ്പോൾ കടക്കാരന് 20 രൂപയുടെ ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 10 രൂപ ടാക്സ് കൊടുക്കണം. അപ്പം നമ്മളോട് കടക്കാരൻ പറയും, എന്നാണെന്നറിയും, ആ 10 രൂപ ടാക്സ് നിങ്ങൾക്ക് വരെ ഞാൻ കൊടുത്തേക്കാം, ഈ സാധനം കൊടുക്കും. സ്റ്റിൽ അയാൾക്ക് 10 രൂപയുടെ ലാഭം ഉണ്ട്, അതുകൊണ്ട് അത് നമ്മൾ ടാക്സ് അയാൾ അടയ്ക്കാമെന്ന് പറയുമോ. അപ്പോൾ അയാൾ വേണമെങ്കിൽ നമുക്ക് കൊണ്ട് ടാക്സ് അടയ്ക്കും. ഇൻകം ടാക്സിൽ അതൊന്നും നടക്കില്ല, നമുക്ക് ഇൻകം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡേ. Okay, now come back. An indirect tax may increase the price of a good so that consumers are actually paying the tax by paying more of the products. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡയറക്റ്റ് ടാക്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ പറഞ്ഞു. ഇൻഡയറക്റ്റ് ടാക്സ് മേ ഇൻക്രീസ് ദി പ്രൈസ് ഓഫ് എ ഗുഡ് സോ ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ ആക്ച്വലി പേയിങ് ദി ടാക്സ് ബൈ പേയിങ് മോർ ഓഫ് ദി പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതലായിട്ട് പൈസ കൊടുക്കേണ്ടി വരും. കമ്മോഡിറ്റിയുടെ വാല്യൂവിനേക്കാളും കൂടുതൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയാം. ഒന്ന് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഏറ്റവും കൂടുതലുള്ള
ഇൻഡയറക്റ്റ് ടാക്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അടുത്തത് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ പെട്രോളിയം പ്രൊഡക്ട്സ് ആൻഡ് അതർ പ്രൊഡക്ട്സ്. അതർ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതർ പ്രൊഡക്ട്സും കൂടെ ഉണ്ട്. ഞാനിങ്ങനെ ഇത് മാത്രമേ പറഞ്ഞെന്നുള്ളൂ, അതർ പ്രൊഡക്ട്സും കൂടെ ഉണ്ട്, നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഓർത്തിരിക്കുക. ഓക്കെ, ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്ട് ഫ്രം 1st July 2017. 3 വർഷങ്ങളായി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വന്നിട്ട്. ഇറ്റ് ഹാസ് കംപ്ലീറ്റഡ് 3 years. GST is tax on supply of goods and service or both except on supply of alcohol, liquor and human consumption. കുറേ സാധനങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനുണ്ട്, കുറേ ഇതില്ല. മനസ്സിലായല്ലോ? നമുക്ക് എന്താണ് ഇല്ലാത്തത് എന്താണോ ഉള്ളതെന്ന് നമ്മൾ അത്ര ഭയങ്കരമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. പരീക്ഷ നമുക്ക് ചോദിക്കില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, പക്ഷേ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേറെ നോട്ടായിട്ട് വേണമെങ്കിൽ തരാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് മെർജ് ചെയ്തത്. സെൻറ്ററിന് തന്നെ സർവീസ് ടാക്സ് ഇവിടെ ഉണ്ട്, മെർജ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ GST അവിടെ കാണും. ഇപ്പോൾ നമുക്ക് അതിലേക്ക് കാണണ്ട. പിന്നെ അത് സർവീസ് ടാക്സ് അല്ലാതെ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്നുള്ള മെർജ് ചെയ്തു. യൂണിയൻ്റെ എക്സൈസ് ഡ്യൂട്ടി മെർജ് ചെയ്തു. യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയാണ്. സെൻട്രൽ സെയിൽസ് ടാക്സ് മെർജ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ എവിടെ മെർജ് ചെയ്തു? ഈ GST മെർജ് ചെയ്തു. വേറെ 15 ടാക്സ് ആണ് GST മെർജ് ചെയ്തേക്കുന്നത്, വലുതും ചെറുതുമായിട്ടുള്ള. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നൗ കസ്റ്റംസ് ഡ്യൂട്ടി എന്താണെന്നുള്ളതാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് ടാക്സസ് ഓൺ ട്രേഡ് or tax on imports and exports. The customs duty is comprised of special additional duties of customs after the launch of the GST. അപ്പം GSTക്കകത്ത് എന്തെന്ന് അറിയോ? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബേസിക് അടിസ്ഥാനപരമായ കസ്റ്റംസ് ഡ്യൂട്ടി. അതെന്തെന്ന് അറിയോ? GST പോയി മെർജ് ചെയ്തു. പിന്നെ ബാക്കി കുറേ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ് കുറേ ടാക്സ് മിച്ചം ചെയ്യുന്നത്. ആ മിച്ചം നിൽക്കുന്നത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കസ്റ്റംസ് ഡ്യൂട്ടി GST മെർജ് ചെയ്യുന്നത്. പക്ഷേ ചില തരത്തിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും ഉണ്ട്. അത് അഡീഷണൽ ഡ്യൂട്ടി ഓഫ് എക്സൈസ് ആണ്, അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ് ആണ്. അതിവിടെ കൂടെ നിൽപ്പുണ്ട്. കുറച്ച് വരുമാനമുള്ളൂ നമ്മൾ കണ്ട ആ ടേബിളിൽ. ഇനി യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഈസ് ടാക്സ് ഓൺ പ്രൊഡക്ഷൻ. ഇതെന്താണ്? ടാക്സ് ഓൺ പ്രൊഡക്ഷൻ. എക്സൈസ് ഡ്യൂട്ടി എന്നുള്ള പേര് തന്നെ ടാക്സ് ഓൺ പ്രൊഡക്ഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് നൗ ലെവിഡ് മെയിൻലി ഓൺ പെട്രോളിയം പ്രൊഡക്ട്സ് ആൻഡ് ടുബാക്കോയുടെ പെട്രോളിയം പ്രൊഡക്റ്റ്. അങ്ങനെ 6 പ്രൊഡക്റ്റ് ഉണ്ട്. 6 പ്രൊഡക്ട്സ് ഉണ്ട്. എല്ലാം ഞാൻ ഇവിടെ പറയാൻ പോകുന്നില്ല. പക്ഷേ പ്രധാനമായിട്ട് പെട്രോളിനും ഡീസലിൻ്റെ വില കൂടാനുള്ള കാരണം ഈ പിന്നെ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയാണ്. ഓക്കെ, എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ അതർ ഐറ്റംസ് ആണ് മെർജ് വിത്ത് GST. ഓർത്തിരിക്കണം. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് സെക്ഷൻ. ലാസ്റ്റ് പാർട്ടല്ലോട്ടോ, നമുക്കറിയാം, നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ടാക്സ് റവന്യൂസ് ഓഫ് ദി സ്റ്റേറ്റ്സ്. ഫോർ ദി സ്റ്റേറ്റ്സ് ദ മേജർ ഇൻഡയറക്റ്റ് ടാക്സ് ആർ സ്റ്റേറ്റ് GST. നമ്മൾ പറയാം GSTക്കകത്ത് ഭാഗം കിട്ടുന്നുണ്ട് കേട്ടോ, സ്റ്റേറ്റിൻ്റെ ടാക്സ് പറയാൻ പറ്റില്ല. ആൻഡ് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി, ഇത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ലിക്കറിൻ്റെ മുകളിലുള്ള ടാക്സാണ്. ലിക്കറിന് കേരളമൊക്കെ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇക്കോണമി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ കള്ളുടിയന്മാർ മേടിക്കണം, മദ്യം മേടിക്കണം, അന്നത്തെ ഗവൺമെൻറ് ടാക്സ് കിട്ടും. അതൊക്കെ നമ്മൾ എന്തെല്ലാം കണ്ടു. ബേക്കു എന്നുള്ള ആപ്പിനെ കുറിച്ചൊക്കെ കേട്ടു. അതിൻ്റെ പുറകെ മുഴുവൻ സംഭവം ഇതാണ്. അതായത് ലിക്കർ അങ്ങനെയുള്ള 3 പ്രോഡക്റ്റ്, ചില സെലക്റ്റഡ് ഡ്രഗ്സ്, ടോയ്ലറ്റ് പ്രിപ്പറേഷൻസ്, അങ്ങനെ 3 സാധനങ്ങളെ ടാക്സ് ചെയ്യാനുള്ള അധികാരം, പ്രൊഡക്ഷൻ ലെവലിൽ ടാക്സ് ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളതെന്ന് അറിയോ? സ്റ്റേറ്റിനേ ഉള്ളൂ. മതിയല്ലോ, ലിക്കറിൻ്റെ മുകളിലുള്ള മാത്രം ടാക്സ് മതിയല്ലോ. അപ്പം അങ്ങനെ അതിനെ നമ്മൾ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയും. അപ്പോൾ ആ സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി. ഓക്കെ, സോ ദീസ് ആർ ദി 2 ലാർജസ്റ്റ് ടാക്സ് റെവന്യൂസ് ഓഫ് ദി സ്റ്റേറ്റ്സ്. ഡസൻറ്റ് ഹാവ് നോട്ടബിൾ ഡയറക്റ്റ് ടാക്സസ്. സ്റ്റേറ്റ് ഡസൻറ്റ് ഹാവ് നോട്ടബിൾ നമ്മൾ പറഞ്ഞല്ലോ സെൻറ്ററിന് എന്തെല്ലാം ഡയറക്റ്റ് ടാക്സ് ഉണ്ട്? CAT ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ്. PAT ഉണ്ട്, പേഴ്സണൽ ടാക്സ് ഉണ്ട്. ശരിയല്ലേ? അല്ലാതെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഉണ്ട്. സ്റ്റേറ്റിന് ഏതെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഏത് ഇൻകത്തെ ടാക്സ് ചെയ്യാൻ സ്റ്റേറ്റിന് പറ്റുള്ളൂ? ഡയറക്റ്റ് ടാക്സ് ഉള്ളത് ഒന്ന് അഗ്രികൾച്ചർ ഇൻകം ടാക്സ്. അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ഫാമേഴ്സിനെ ചാർജ് ചെയ്യാൻ പറ്റുമോ? ടാക്സ് ചെയ്യാൻ പറ്റുമോ? ഫാമേഴ്സ് എല്ലാം കൂടെ ഗവൺമെൻറ്റിനെ ഓടിക്കും. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം നല്ല ഡയറക്റ്റ് ടാക്സ് ഒന്നും ആർക്കില്ല, സ്റ്റേറ്റിനില്ല. സെൻറ്ററിൻ്റെ മൊത്തം ടാക്സിൻ്റെ 56% ഡയറക്റ്റ് ടാക്സിനാണ്. മനസ്സിലായല്ലോ? സ്റ്റേറ്റിൻ്റെ 96% ടാക്സ് വരുന്നത് ഇൻഡയറക്റ്റ് ടാക്സിനാണ്. പ്രധാനപ്പെട്ട ടാക്സ് ആണെന്ന് അറിയോ? ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക് or today's class. Okay, and tomorrow we will take, on the next class we will take goods and service tax. Okay, for the time being our class is over. Remember, you should go through these topics and especially go through these notes. Any doubt you can ask in our group as well as in our Google Classroom. Okay, thank you.